നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം, പ്രത്യേകിച്ച് ഒരു വ്യവസായം, അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ? അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ബിസിനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഏതാണ്ട് 40 ലക്ഷം രൂപ വരെ ഒരു ധനസഹായം, ഒരു സബ്സിഡി എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു നല്ല സ്കീമിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു അവസരം എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഈ സബ്സിഡി ലഭ്യമാവുക, കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എക്സ്പേർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ തന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 40 ലക്ഷം രൂപ വരെ നമുക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കാവുന്ന ഈ ഒരു സ്കീം, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വ്യവസായ വകുപ്പിലെ ഒരു ഓഫീസറിൽ നിന്ന് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ വ്യവസായ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്ന ലോറൻസ് മാത്യു സാറ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ, വെൽക്കം ടു കരിയർ പാത്വേ. സാറ് ഒരു വളരെ എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇങ്ങനെയുള്ള സംരംഭകർക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു നൽകുന്ന, അതിന് പല സംരംഭകരും അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ സാറിൻ്റെ സേവനങ്ങൾ വാഴ്ത്തിപ്പാടിയത് ഞാൻ അടുത്ത കാലത്ത് കാണുകയൊക്കെ ഉണ്ടായി. അപ്പോൾ സാർ എൻ്റെ ഒരു സുഹൃത്തുകൂടെയാണ്. അങ്ങനെയാണ് ഞാൻ സാറിനോട് ഈ സ്കീമിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നതും അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതും. അപ്പോൾ സാറിൽ നിന്ന് നമുക്ക് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. സാറേ, ഈ സ്കീം, ഇതിൻ്റെ പേരെന്താണ്? ആദ്യം അതൊന്ന് പറയാമോ? എന്റർപ്രണേഴ്സ് സപ്പോർട്ട് സ്കീം എന്ന് പറയും. ESS മലയാളത്തിൽ പറഞ്ഞ സംരംഭകത്വ സഹായ പദ്ധതി. അപ്പോൾ എന്താ ഈ എന്റർപ്രണേഴ്സ് സപ്പോർട്ട് സ്കീം? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ആ പേര് സൂചിപ്പിക്കുന്നത് സാറേ, എന്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കീം. ഓക്കെ. സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ 40 ലക്ഷം വരെ ഗിഫ്റ്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു. ഓക്കെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാവർക്കും 40 ലക്ഷം കൊടുക്കത്തില്ല. എല്ലാവർക്കും 40 ലക്ഷം നമുക്ക് പറയാം. ശരി. ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കണം, ഓക്കെ, ഉൽപാദന യൂണിറ്റ് ആയിരിക്കണം. അതെന്താ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ്? അതൊന്ന്, അതായത് ഒരു സംരംഭം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന സംരംഭങ്ങൾക്ക് 3 ആയിട്ട് തിരിക്കാം. ഓക്കെ. 1 പ്രൊഡക്ഷൻ, 2 സർവീസ്, 3 ട്രേഡ്. അതായത് ഒരു കച്ചവടം, ഒരു കട നടത്തുന്ന ആളാണ് ട്രേഡ്. ഒരു സ്റ്റുഡിയോ നടത്തുവാണെങ്കിൽ അത് സർവീസ് ആണ്. ഒരു വർക്ക്ഷോപ്പ് നടത്തുവാണെങ്കിൽ സർവീസാണ്. കാരണം നമുക്കറിയില്ലാത്തൊരു ജോലി നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് സർവീസ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 3 കണ്ടീഷൻ ഉണ്ടായിരിക്കണം. 1, ഒരു മെഷീൻ ഉണ്ടായിരിക്കണം. 2, ഒരു റോ മെറ്റീരിയൽ പ്രോഡക്റ്റ് ആയി മാറണം, അത് രൂപമാറ്റം സംഭവിക്കണം. 3, അതിനൊരു വാല്യൂ അഡിഷൻ സംഭവിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, നമ്മൾ വീടിന്റെ അടുക്കളയിൽ ഒരു 10,000-3000 ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കൂട്ടത്തില്ല. ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റ് അറിയാലോ, അവിടെ എന്തുണ്ട്, മെഷീൻ ഉണ്ട്. 2, ഗോതമ്പ് പൊടി ചപ്പാത്തിയായിട്ട് മാറുന്നുണ്ട്, രൂപമാറ്റം സംഭവിക്കുന്നു. 3, ഒരു മൂല്യവർദ്ധന, വാല്യൂഡേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. ഈ 3 കൂടെ ഒരുമിച്ച് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആവും അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സ്കീമിൽ പറ്റുള്ളൂ. അപ്പൊ അത് തന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഓൾറെഡി ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്കീം ഉള്ളൂ അല്ലേ? ഓൾറെഡി ഉള്ളവരെന്ന് പറയുമ്പോൾ ഒരു 20-25 വർഷമാണ് നടത്തിക്കുന്ന യൂണിറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അവർക്ക് വീണ്ടും ഒരു മെഷീനൊക്കെ മേടിച്ച് എക്സ്പാൻഡ് ചെയ്തിരിക്കട്ടെ. മെഷീനാണ് ഇമ്പോർട്ടന്റ്. ഒരു സ്ഥലം മാത്രം മേടിച്ചിട്ട് കാര്യമില്ല, മെഷീൻ മാത്രം മേടിച്ച് എക്സ്പാൻഡ് ചെയ്തെങ്കിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 25% ഇൻവെസ്റ്റ്മെന്റ് കൂടുകയും അറ്റ് ദ സെയിം ടൈം നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ 25% കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സ്കീമിൽ എലിജിബിൾ. അപ്പം ഉള്ളവരാണെങ്കിലും ഒരു 25% എങ്കിലും വികസിച്ചാൽ മാത്രമേ ഈ സ്കീം. അതേസമയം പുതുതായിട്ട് തുടങ്ങുന്നവർക്കും ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. പ്രൊഡക്ഷൻ യൂണിറ്റ് പുതുതായി തുടങ്ങുന്നവരോ എക്സ്പാൻഡ് ചെയ്യുന്നവർക്കോ ഉള്ള ഒരു സ്കീമാണ്. ഇനി എല്ലാവർക്കും 40 ലക്ഷം കിട്ടില്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് ഇത് കൊടുക്കുക? ഒറ്റ ബേസ്, അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ. ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിക്കുന്ന പലരും ചോദിക്കാറുണ്ട്. കാരണം ഇതിന് ലോൺ വേണമെന്ന്. ലോൺ ഒന്നും ഒരു നിർബന്ധമില്ല. ലോൺ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ലോൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിക്കുന്ന സോഴ്സ് ഓഫ് മണി വഴി ഞങ്ങൾക്ക് മാറ്ററല്ല. അതായത് നമ്മൾ ഇതിനകത്ത് മുതൽ മുടക്കണം. നമ്മൾ മുതൽ മുടക്കുവോ ലോൺ എടുത്തിട്ടാണെങ്കിലും എങ്ങനെ ഒരു മുതൽ മുടക്ക് ഇവിടെ വേണം. നമ്മൾ കൊടുക്കുന്ന റീഇംബേഴ്സ്മെന്റ് ബേസ് ലോൺ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കൊരു എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന ലാൻഡ് വാങ്ങിച്ചാൽ അതെന്റെ ഒരു മുതൽ മുടക്കാണ്. ആ വാങ്ങിച്ച ലാൻഡ് ഒന്ന് JCB ഒക്കെ വെച്ചൊന്ന്
ഡെവലപ്പ് ചെയ്താൽ ലാൻഡ് ഡെവലപ്മെന്റ് ശരി അവിടെ ഒരു ബിൽഡിംഗ് പണിതാൽ ദെൻ അവിടെ കുറച്ച് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ മെഷീനാണ് മെയിൻ നമുക്ക് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഫീസ് എക്യുപ്മെന്റ് കമ്പ്യൂട്ടർ അത് എസെൻഷ്യൽ ഓഫീസ് എക്യുപ്മെന്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് വയറിങ്, ഇലക്ട്രിഫിക്കേഷൻ വർക്ക്, ജനറേറ്റർ മേടിച്ച് വെച്ചാൽ, ട്രാൻസ്ഫോർമർ മേടിച്ച് വെച്ചാൽ, അതുപോലെ തന്നെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ അങ്ങനെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലാരിഫയർ പോലെയുള്ള ഈ എഫ്ലൂന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, അങ്ങനെയുള്ള വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ അതിന്റെ നമുക്ക് അപ്പൊ അങ്ങനെയുള്ള മുതൽ മുടക്കാണ് കിട്ടുന്നത്. അതേസമയം ഞാൻ മാസാമാസം ശമ്പളം കൊടുക്കുന്നുണ്ട്, ഡേ ടു ഡേ എക്സ്പെൻസ് ആണ്. ഇല്ല, അത് വർക്കിംഗ് ക്യാപിറ്റൽ അത് വരത്തില്ല. അപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമുക്ക് ഈ ഇത് കിട്ടുക. അങ്ങനെയുള്ളതിന് എങ്ങനെ ഏത് പെർസെന്റിലാണ്? അതായത് ആർക്കും 15% സബ്സിഡിക്ക് എലിജിബിലിറ്റി ഉണ്ട്. ഓക്കെ. അതായത് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, കണ്ടീഷൻ ഉണ്ട്. 10 ലക്ഷം കണക്കാക്കുന്നത് നമുക്ക് ക്രൈറ്റീരിയ ഞാൻ പറയാം. 10 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, ഇറസ്പെക്റ്റീവ് ഓഫ് കമ്മ്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15% എലിജിബിലിറ്റി. അതായത് ഞാൻ 10 ലക്ഷം മുടക്കി ഒരു പുതിയ വ്യവസായ പ്രൊഡക്ഷൻ സംരംഭം തുടങ്ങുവാണെങ്കിൽ എനിക്ക് റൈറ്റ് അവേ 1.5 ലക്ഷം രൂപ ഗവൺമെന്റിൽ നിന്ന് കിട്ടും, ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. ശരി. ഇനി അതിൽ കൂടാൻ എന്താ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വേറെ കാര്യം, 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ മാക്സിമം 30 lakhs ആണ് അവിടെ ലിമിറ്റ്. 40 അല്ല, 30 lakhs ആണ്. അതായത് ഇപ്പൊ സാർ ഇപ്പം 1 കോടി ഇൻവെസ്റ്റ്മെന്റ് ആണ്. സബ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് പോട്ടെ, എന്നാലും ബാക്കി പറഞ്ഞോ സാർ. അടുത്തെന്ന് പറഞ്ഞാൽ SC ST പെട്ടവര്, ഓക്കെ, വനിതകള്, 45 വയസ്സിൽ താഴെ ഉള്ളവർ, ഇവരാണെങ്കിൽ സ്ട്രേറ്റ് അവേ 25% ആവും. അപ്പൊ ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ എന്റെ ഭാര്യയുടെ പേരിലാണെങ്കിൽ എനിക്ക് 1.5 ലക്ഷത്തിന് പകരം 2.5 ലക്ഷം കിട്ടും അല്ലേ? അതെ, അതായത് 25% കിട്ടും. SC ST വനിതകള് അല്ലെങ്കിൽ ബിലോ 45 യങ് എന്റർപ്രണർ. ഓ, അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ വനിതയാവണമെന്നില്ല, എനിക്ക് 45 വയസ്സിൽ താഴെയാണെങ്കിലും എനിക്ക് മൂന്നും കൂടെ ഒരുമിച്ച് പറ്റില്ല കേട്ടോ. ഓക്കെ, ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. ശരി. അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ 25 ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, ഈ 30 lakhs ലിമിറ്റ് 40 lakhs ആവും. അതാണ് ഈ 40 lakhs. ഓക്കെ. അപ്പൊ 25% വരെ അങ്ങനെയായി. പിന്നെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട്. 4 ജില്ലകളെ പിന്നോക്ക ജില്ലയായിട്ട് നോട്ടിഫൈ ചെയ്തു. അതായത് ഈ 4 ജില്ല: വയനാട്, ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട. ഞാൻ ഈ 4 ജില്ലയിലുള്ള ആളല്ല, ഞാൻ പോയി ഇടുക്കി പോയിട്ട് തുടങ്ങിയാലോ? ഒരു കുഴപ്പമില്ല, കാരണം എവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ ഇടുക്കി കോട്ടയത്ത് തുടങ്ങിയാലോ? കിട്ടുക. ഈ 4 ജില്ലകളിൽ പോയി തുടങ്ങിയാൽ ഓക്കെ, അതായത് അപ്പോൾ 10% അഡീഷണൽ ആവും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ 35 ആയി. ഇനി അതല്ല, ഇവരുടെ പറയാം, ഞാൻ SC അല്ല, ഞാൻ വനിതയല്ല, ഞാൻ ബിലോ 45 അല്ല, അപ്പൊ ഞാൻ 25 ആയില്ല, അല്ല നിൽക്കുക 15 നിൽക്കുക. പക്ഷെ ഞാൻ തുടങ്ങുന്ന കാസർഗോഡാ, അപ്പൊ എനിക്ക് 10%, എനിക്ക് 25 ആണ്. സാറിന്റെ വൈഫാണ് തുടങ്ങുന്നത്, കാസർഗോഡ് തുടങ്ങുന്നിരിക്കട്ടെ, ലേഡി ആയതുകൊണ്ട് പുള്ളിക്കകത്ത് ഓൾറെഡി 25 ആണ്. അവർക്കാവുമ്പോൾ 35 വരും. 35 വരെ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനിയുണ്ടോ എന്തെങ്കിലും? ഇനി നമ്മളിപ്പോ പറഞ്ഞതൊക്കെയാണ് മാക്സിമം 35 പറഞ്ഞത്, അതിന്റെ മേളിലേക്ക് കിട്ടാനുണ്ടോ? ഇനി പറയാന്ന് വെച്ചാൽ കുറെ ഏറെ സംഭവങ്ങള് പ്രയോറിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഊന്നൽ വ്യവസായം എന്ന് പറയും. അത് ഏതൊക്കെയാ? ഒന്ന് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, കൃഷി സംബന്ധിച്ച് അഗ്രോ ഫുഡ്. ഇപ്പം ബനാനോ ചിപ്സ് ഉണ്ടാക്കുന്നത് അഗ്രോ അല്ലേ, അഗ്രോ ഫുഡ്. പിന്നെ ഉള്ള ഗാർമെന്റ് മേക്കിംഗ്, അതായത് തയ്യൽക്കടയല്ല, തുണി വാങ്ങിച്ച് അതിനൊരു ഷർട്ടാക്കി മാറ്റുന്ന പരിപാടിയാണ്. അതായത് പ്രൊഡക്ഷൻ ആയിരിക്കണം, അതായത് മറ്റുള്ളവർ കൊണ്ടുവന്ന് തയ്ച്ചു കൊടുക്കുന്നല്ല, അത് രണ്ട് രീതി ചെയ്യാം. രണ്ട് സ്ഥലത്തും മെഷീൻ ഉണ്ട്, സംഭവമൊക്കെ ശരിയാ, പക്ഷേ ഇത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ. പിന്നെ നമുക്ക് എന്തും ഉണ്ടായിക്കോട്ടെ 100% കയറ്റ് മതി. എക്സ്പോർട്ട് 100% എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്. അതുപോലെ ഈ പാരമ്പര്യ യൂണിറ്റുകൾ, അതായത് ഇപ്പം സോളാർ പോലുള്ള അതിന്റെ എക്യുപ്മെന്റ്സും ഉണ്ടാക്കുന്ന മെഷീൻ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള യൂണിറ്റുകൾ. അതുപോലെ തന്നെ മണ്ണിൽ ലയിക്കുന്ന പ്ലാസ്റ്റിക്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്, മണ്ണിൽ ലയിക്കുന്ന റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്. അതുപോലെ തന്നെ ഈ എന്താ പറഞ്ഞ ഔഷധ ആരോഗ്യ പരിപാലന യൂണിറ്റുകൾ. ഇങ്ങനെ കുറച്ച് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ഈ പ്രയോറിറ്റി ലിസ്റ്റ് വന്നാൽ 10% അഡീഷണൽ പിന്നെയും കിട്ടും. അപ്പം മാക്സിമം എത്ര വരെ? 45 ആയി. അപ്പോഴും ലിമിറ്റ് 40 lakhs ആണ്. അതായത് ഞാൻ 1 കോടി മുടക്കുവാണെങ്കിൽ എനിക്ക് ഇതനുസരിച്ച് 45 ലക്ഷം വരെ കിട്ടും. പക്ഷേ മാക്സിമം ലിമിറ്റ് 40 ആണ്. ഓക്കെ. അപ്പം 40 ലക്ഷം വരെ കിട്ടും. അപ്പൊ ഇതെന്ത് ഗവൺമെന്റ് അംഗീകൃതമായ കുറച്ച് എന്താ പറഞ്ഞ
റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ CTCRI തിരുവനന്തപുരത്തെ CTCRI അല്ലെങ്കിൽ CMFRI, CIFT പോലെ ഗവൺമെന്റ് ഗവേഷണ ടെക്നോളജി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാം. സാറേ ഇപ്പോൾ കപ്പയിൽ നമുക്ക് ഇറ്റാലിയൻ ഡിഷായ പാസ്ത ഉണ്ടാക്കാം, നമുക്ക് അറിയത്തില്ല. പക്ഷേ CTCRI അതിന്റെ ടെക്നോളജി കിട്ടും. നമ്മൾ ആ പൈസ കൊടുത്ത് ഇത് വാങ്ങിച്ച് പർച്ചേസ് കഴിഞ്ഞാൽ ആ മുടക്കുന്ന എമൗണ്ടിന്റെ ഒരു 10% അഡീഷണൽ കിട്ടും. ടോട്ടൽ 50% നിൽക്കുകയാണ്. പക്ഷേ ഇത് 40 ലക്ഷം വരെ സീലിംഗ്. എല്ലാവർക്കും ഇത് അത്രയും കിട്ടണം നിർബന്ധമില്ല. ചിലർക്ക് 15 കിട്ടാം, ചിലർക്ക് 15 കിട്ടും. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പ്രയോറിറ്റി ലിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും എന്ത് പ്രൊഡക്ഷൻ ആണെങ്കിലും അതോ അതിനകത്ത് ഇനി എന്തെങ്കിലും പ്രൊഡക്ഷനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഉണ്ട്. കുറച്ച് ഇപ്പൊ സർവീസ് യൂണിറ്റിന് കിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അല്ല, പ്രൊഡക്ഷനിൽ തന്നെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലിസ്റ്റ് വരുന്നുണ്ട്. അതേതാ? അതായത് ഒന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഷർട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡ്രസ് യൂണിറ്റ്, അതൊരു തയ്യൽ കടയ്ക്ക് കിട്ടില്ല. അവിടെ ഷർട്ട് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചുരിദാറോ നൈറ്റിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് സർവീസ് ആയിട്ട് വന്നാൽ അവിടെ കിട്ടില്ല. സോപ്പിന്റെ ഗ്രേഡിലുള്ള സോഡിയം സിലിക്കേറ്റ്, ആസ്ബെസ്റ്റോസ് സംസ്കരണം, ഗ്രാനൈറ്റ് യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള മെറ്റൽ ക്രഷർ, ഗ്രാനൈറ്റ് ഉൾപ്പെടെ മെറ്റൽ ക്രഷർ, സ്റ്റീൽ റോളിംഗ് മില്ലുകൾ, ഇങ്ങനെയുള്ള കുറച്ച് സംഭവത്തിന്. അപ്പൊ ഈ പറഞ്ഞ മേഖലയിലുള്ളതാണെങ്കിൽ അവിടെ എനിക്ക് ഈ ഒരു വിധത്തിലുള്ള സപ്പോർട്ടും കിട്ടത്തില്ല. ഇല്ല, ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ ആസ്പെറ്റോസും അല്ലെ ക്രഷറും അതൊക്കെ ഒഴിച്ചുള്ള ബാക്കി എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിനും ഒരുമാതിരിപ്പെട്ട എല്ലാ യൂണിറ്റുകൾക്കും ഇതിനകത്ത് വരും, നമുക്ക് കിട്ടാനായിട്ട് എലിജിബിലിറ്റി ഉള്ള യൂണിറ്റുകളാണ്. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു 35% വരെ കിട്ടും. എനിക്ക് ഒരു 25 ലക്ഷമാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുതൽ മുടക്ക്. അതിൻ്റെ ലക്ഷമാണ് എന്ന് കരുതുക. അതിലൊരു 35% കിട്ടും. അപ്പോൾ അത് ഏതായാലും 40 ലക്ഷത്തിൽ താഴെയാണ്. ഓക്കെ, അപ്പോൾ എനിക്കത് മനസ്സിലായി. എനിക്കിനി ഇത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് എന്താ? ഇത് നിങ്ങൾ പറയും, പക്ഷേ ഇതെങ്ങനെയാണ് അതിലേക്ക് കഴിയും? അതായത് 3 ഘട്ടങ്ങളുണ്ട്. ഓക്കെ. കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്ന രണ്ടാമത്തെ ഘട്ടം ഞാൻ പറയാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് എന്ന് പറയും. സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബിഫോർ സ്റ്റാർട്ടിങ് ദ എന്റർപ്രൈസ് ആണ്. അതായത് നമുക്ക് ടോട്ടൽ അത് ചെയ്തു വരുമ്പം നമുക്ക് സാർ പറഞ്ഞ കണക്കുണ്ടല്ലോ, എലിജിബിലിറ്റി കിട്ടാം. ആ എലിജിബിലിറ്റിയുടെ 50% അല്ലെങ്കിൽ 3 ലക്ഷമോ അതിലേതാണോ കുറവ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കിട്ടും. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഗവൺമെന്റ് അംഗീകരിച്ച പ്രോജക്റ്റ് ലോൺ നിർബന്ധമാണ്. അവിടെ മാത്രമേ ലോൺ നിർബന്ധമുള്ളൂ. മറ്റേത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇൻവെസ്റ്റ്മെന്റിന്റെ സോഴ്സ് ഓഫ് ഫണ്ട് നമുക്ക് മാത്രമല്ല. ഈ ഇതിപ്പം സാർ ഭൂമി മേടിക്കാൻ അല്ലെ ബിൽഡിംഗ് പണിയാനായിട്ട് അല്ലെ മെഷീൻ വാങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സോഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിട്ടി പിടിക്കാം, അല്ലെങ്കിൽ ലോൺ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നീക്കിയിരിപ്പം എന്തും ആവാം. പക്ഷേ ഈ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് രീതി കിട്ടണമെങ്കിൽ ലോൺ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലോൺ നിർബന്ധമാണ്. അങ്ങനെ പക്ഷേ മാക്സിമം എത്രയും 3 ലക്ഷം ഉള്ളൂ. പക്ഷേ മാക്സിമം 3 ലക്ഷം വരെ വരാവുന്ന രീതി. അത് സ്റ്റാർട്ടിങ്ങിന് മുമ്പ് തന്നെ കിട്ടും, തുടങ്ങും. പക്ഷേ വിത്തിൻ 1 ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് സപ്പോർട്ടാണ്. അതായത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വിത്തിൻ 1 ഇയർ അപ്ലൈ ചെയ്യണം. വിത്തിൻ 1 ഇയർ അപ്ലൈ ചെയ്താൽ തന്നെ ഒരു അതായത് പെനാൽറ്റി എന്നല്ല, നമുക്കൊരു എന്താ പറയുക, ആരുടെ ഒരു മേഴ്സി അവിടെ വരുന്നില്ല, നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ വിത്തിൻ 1 ഇയർ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, അതായത് സ്റ്റാർട്ട് ചെയ്ത ശേഷം 1 വർഷം ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും അല്ലേ? ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ജില്ലാ വ്യവസായ നിയമന്മാർക്ക് ഒരു 2 വർഷത്തെ കൂടെ കൺട്രോളേഷൻ തരാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. നമ്മൾ വാല്യുബിൾ ആയിട്ടൊരു റീസൺ, അതായത് എനിക്ക് ഇന്ന കാരണം കൊണ്ട് സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ, ഈ കൊറോണ സമയത്തൊക്കെ എല്ലാവരും കൊറോണ എന്നുള്ള കാര്യം പറയാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ 1 വർഷം കൊണ്ട് താമസിച്ച് പോയി കഴിഞ്ഞാൽ വാണിജ്യ വകുപ്പിലെ ഡയറക്ടർക്ക് ഒരു കൺട്രോളേഷൻ തരാനുള്ള പവർ ഉണ്ട്. ഇറ്റ് ഈസ് ബെറ്റർ വിത്തിൻ 1 ഇയർ നമുക്ക് ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. വ്യവസായ വകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ വ്യവസായ കേന്ദ്രമുണ്ട്, ജില്ലാ ഓഫീസുണ്ട്. എല്ലാ താലൂക്കിലും താലൂക്ക് വ്യവസായ ഓഫീസുണ്ട്. ഇപ്പൊ ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ്, അങ്ങനത്തെ എല്ലാ താലൂക്കുകളിലും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലും നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരാരെ വേണമെങ്കിലും സമീപിക്കാം. അവരിതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് മാത്രമല്ല, ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഇത് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഇത് അപ്ലൈ ചെയ്ത് എല്ലാം ചെയ്തു തരും. വളരെ ഫ്രണ്ട്ലിയാണ് വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു എന്താ പറയുക, വേറെ എവിടെ പോകുന്ന പോലെ അല്ല എന്ന് സാർ അവകാശപ്പെടും. നാട്ടുകാരെ അവകാശപ്പെടുവോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, എനിവേ കുഴപ്പമില്ല. സാറ് ഒരു ഫ്രണ്ട്ലി എന്ന മനുഷ്യൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇവരെ നമ്മൾ സമീപിക്കുന്നു, അപ്പോൾ ഇവർ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെ നമുക്ക് എവിടെയാണ് ഇതിന്റെ അപേക്ഷ കൊടുക്കേണ്ടത്? സാറേ പറഞ്ഞ പോലെ
എന്നെ പോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ഇങ്ങനെ ചെയ്ത് തരും. അപ്പോൾ ചെയ്ത് ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കണം. നമ്മൾ ഫോട്ടോ ഒട്ടിക്കണം, ഒപ്പിടണം. പിന്നെ കുറേയേറെ ഡോക്യുമെന്റ് ഉണ്ട്. ഇതിന്റെ എല്ലാം തെളിവ് കാണിക്കണം. ഞാൻ മെഷീൻ മേടിച്ചെന്ന് പറഞ്ഞാൽ പോരാ. 2 കണ്ടീഷൻ ഉണ്ട് സാറേ. മെഷീൻ മാത്രം ബില്ല് മാത്രം കാണിച്ചാൽ പോരാ. സാറ് മെഷീൻ മേടിച്ചു, 25 ലക്ഷം മെഷീൻ മേടിച്ചു. ഈ 25 ലക്ഷം സാറിന്റെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സാറിന്റെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റേ ആളുടെ അക്കൗണ്ടിലേക്ക് പോയി എന്നതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ വേണം. 2 ലക്ഷത്തിൽ താഴെയാണ് മാത്രമേ ക്യാഷ് റെസിപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം പ്രൊവൈഡഡ് സാറിന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ നിന്ന് പോലും പറ്റില്ല. സാറിന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് വേണം. അപ്പോൾ ഒന്ന് അത് DD ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിട്ടോ ഒന്നല്ല. ഈ പ്രൂഫ് നമുക്ക് ഉണ്ടെങ്കിൽ ആ പ്രൂഫ് നോക്കുന്നുണ്ട്, ബില്ല് നോക്കുന്നുണ്ട്, GST ബില്ലായിരിക്കണം. അതെല്ലാം വ്യവസായ വകുപ്പിനാണോ സബ്മിറ്റ് ചെയ്യുന്നത്? അത് എന്നിട്ട് ഒന്നില്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസിൽ കൊണ്ടുവന്നാൽ മതി. താലൂക്ക് ഓഫീസിൽ കൊണ്ടുവന്ന കാരണം ജില്ലാ ഓഫീസിൽ തന്നാലും വെരിഫിക്കേഷൻ വരുന്നത് താലൂക്കിൽ നിന്നാണ്. അങ്ങോട്ട് നമ്മൾ പോകും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ലത് താലൂക്ക് വ്യവസായ ഓഫീസിൽ കൊണ്ടു കൊടുക്കും. അവിടുത്തെ ഓഫീസർ, ഈ എക്സ്റ്റൻഷൻ ഓഫീസർ, ബ്ലോക്കിലുള്ള ഓഫീസർ വന്ന് ഇതൊന്ന് വെരിഫൈ ചെയ്ത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നമ്മൾ എന്നിട്ട് ഇപ്പൊ എന്റെ ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥൻ ഉപജില്ലാ വ്യവസായ ഓഫീസർ അത് നേരെ നോക്കിയിട്ട് ഇങ്ങോട്ട് ശുപാർശയ്ക്ക് അയക്കും, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, ജില്ലാ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യും. ജില്ലാ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് ജില്ലാ ഓഫീസിൽ നമ്മൾ അവിടെ നമ്മൾ ഫണ്ട് നോക്കിയിട്ട് അവിടെയും ഇത് നോക്കും. അവർ വന്ന് നോക്കും. അവർ വന്ന് 10 ലക്ഷത്തിനൊക്കെ മുകളിലെങ്കിൽ നല്ലൊരു എമൗണ്ട് മുകളിലുണ്ടെങ്കിൽ GM ഉൾപ്പെടെയുള്ളവർ വന്ന് അത് നമുക്ക് വെരിഫൈ ചെയ്യും. ആ വെരിഫൈ ചെയ്തതിന്റെ ബേസിൽ കളക്ടർ ഉൾപ്പെടെ ഒരു കമ്മിറ്റി ഉണ്ട്. ഒരു കമ്മിറ്റി, കളക്ടറാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ. കളക്ടർ ചേംബറിൽ നമ്മളത് കൂടിയിട്ട് കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആരെങ്കിലും കാണും. മിക്കവാറും കോട്ടയത്തേക്കാണെങ്കിൽ ഇപ്പോഴത്തെ കളക്ടർ ഉണ്ട്. അതിനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നോക്കിയിട്ട് നമ്മൾ അത് ഇത് ചെയ്യും, അനുവദിക്കും. അനുവദിച്ച് നമ്മൾ ഈ പാർട്ടിയുടെ ഒരു ഇത് അക്കൗണ്ടില്ലേ, കറണ്ട് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. ആ കറണ്ട് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രഷറിയിൽ നിന്ന് കൊടുക്കും. അതായത് ട്രഷറി വരെ എത്തിക്കുന്ന ജോലിയാണ് ഞങ്ങളുടെ ജോലി. കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഓരോ വർഷവും ഫണ്ട് അലോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇത് വളരെ പ്രോമിസിംഗ് ആയ ഒരു സംഭവമാണ്. കാരണം ഒരുപാട് പേര് ഇത് കേരള ഗവൺമെന്റ് സ്കീം അല്ലേ. ഇത് ഒരു പീരീഡത്തേക്ക് മാത്രമാണോ അതോ വർഷങ്ങളായിട്ടുള്ള ഒരു സ്കീം? 2012 മുതൽ ഇത് ഇപ്പോഴും വരെ നടക്കുന്നുണ്ട്, ചെയ്യുന്ന ഒരു കുറച്ച് അമെന്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ഏറ്റവും മാക്സിമം ലിമിറ്റ് 30 lakhs ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം അത് ഈ ഗവൺമെന്റ് കാലത്ത് നമ്മൾ 40 ലാഖിലേക്ക് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പം ഒരു പുതിയ വ്യവസായം തുടങ്ങുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ള വ്യവസായം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പല കണ്ടീഷൻ വിധേയമായിട്ട് 40 ലക്ഷം രൂപ വരെ ഒരു സബ്സിഡി എന്ന നിലയിൽ ഗവൺമെന്റിൽ നിന്നൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടാവുന്ന ഒരു നല്ല സ്കീം അല്ലെ. ഇതിന്റെ പേര് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? എന്റർപ്രണർ സപ്പോർട്ട് സ്കീം. എന്റർപ്രണർ സപ്പോർട്ട് സ്കീം അല്ലെങ്കിൽ സംരംഭത്വ സഹായ. ഒരു കാര്യം കൂടെ ആടി വരട്ടെ. അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭൂമി ഇൻവെസ്റ്റ്മെന്റാ, ലാൻഡ് ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റാ, മറ്റേ മെഷീൻ ഇത് ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെന്റാ, ഓഫീസ് എക്യുപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റാ. ഈ 4 സാധനം കൂടെ കൂട്ടിയാൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 50% കവിയാൻ പാടില്ല എന്നായിരുന്നു. അതായത് ഇപ്പം 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ചിലപ്പം 9 ലക്ഷം രൂപയും ബിൽഡിംഗും കാര്യത്തിലായിരിക്കും. 1 ലക്ഷം മെഷീൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എടുക്കുന്നത് മെഷീൻ എത്രയുണ്ടോ ടോട്ടലിന്റെ പകുതി കൂടുതൽ പകുതി മെഷീൻ ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല സ്കീമാണ് സാറ് സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യവസായമൊക്കെ തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാറ് സൂചിപ്പിച്ചത് നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ബ്ലോക്കിൽ ഒക്കെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ സഹായങ്ങൾ പഞ്ചായത്തിൽ നമുക്ക് സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ടെമ്പററി ആയിട്ട് എടുക്കുന്ന സ്റ്റാഫ് പഞ്ചായത്തിലുണ്ട്. അപ്പോൾ അവരെ സമീപിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പം ഒന്ന് ഈ സ്കീമിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഇത് നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ ഒക്കെ സൈറ്റിലും ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണുമായിരിക്കും അല്ലേ. അപ്പോൾ സൈറ്റിൽ മലയാളത്തിൽ ഡോക്യുമെന്റ് ഉണ്ട്. സാറ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കൂടുതൽ സ്കീം അറിയണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ അല്ലേ, ഇങ്ങനെയുള്ള സ്കീമുകൾ പലതും സാറ് തന്നെ എഴുതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഏതായാലും ഇത്രയും സമയം ഈ ഒരു സ്കീം നമ്മളുമായിട്ട് ഷെയർ ചെയ്ത ലോറൻസ് സാറിന് കരിയർ പാത്വേയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.